ഒമാനിൽ കനത്ത ചൂട്, വാഹന സുരക്ഷാ മുന്നറിയിപ്പുമായി ROP. പ്രശാന്ത് PC ഒമാനിലെ പുതിയ ഇന്ത്യൻ അംബാസിഡർ. ഒമാനിൽ മായാത്ത മുദ്ര പതിപ്പിച്ച് GV ശ്രീനിവാസ് സ്ഥാനമൊഴിയുന്നു. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. ഒമാനിൽ താപനില ഉയരുന്ന സാഹചര്യത്തിൽ വാഹന സുരക്ഷാ മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ്. ടയറുകൾ, ബാറ്ററികൾ, കൂളിംഗ് സംവിധാനങ്ങൾ എന്നിവ നിർബന്ധമായി പരിശോധിക്കണമെന്ന് ROP ഡ്രൈവർമാരോട് നിർദ്ദേശിച്ചു. ടയർ മർദ്ദം നിരീക്ഷിക്കാനും വാഹനങ്ങൾ തണലുള്ള സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യാനും ട്രാഫിക് ഡയറക്ടറേറ്റ് ഓർമ്മിപ്പിച്ചു. അതേസമയം റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി ഉപയോഗിച്ച ടയറുകളുടെയും കാലാവധി കഴിഞ്ഞ പുതിയ ടയറുകളുടെയും വിൽപ്പനയ്ക്ക് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. യാത്രാ വാഹനങ്ങളായ കാറുകൾ, ബസ്സുകൾ, ലൈറ്റ് ട്രക്കുകൾ എന്നിവയുടെ ടയറുകൾ 24 മാസത്തിനുള്ളിലും ഹെവി ട്രക്കുകളുടെ ടയറുകൾ 30 മാസത്തിനുള്ളിലും വിറ്റഴിക്കണമെന്ന വ്യവസ്ഥയും അധികൃതർ ശക്തമാക്കി. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന പ്രശാന്ത് PCയെ ഒമാൻ സുൽത്താനേറ്റിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി നിയമിച്ചു. 1995 ബാച്ചിലെ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥനായ അദ്ദേഹം ഈജിപ്ത്, ലിബിയ, ടുണീഷ്യ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നയതന്ത്ര ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. ജപ്പാൻ, മൗറീഷ്യസ്, UK എന്നിവിടങ്ങളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇറാഖിലെ ഇന്ത്യൻ അംബാസിഡറായും പിന്നീട് വിദേശകാര്യ മന്ത്രാലയത്തിൽ കുടിയേറ്റ നയങ്ങളും പ്രവാസി ക്ഷേമവുമായി ബന്ധപ്പെട്ട അഡീഷണൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിരുന്ന പ്രശാന്ത് PC ഉടൻ മസ്കത്തിലെത്തി ചുമതലയേൽക്കും. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള വ്യാപാര, ഊർജം, സമുദ്ര സുരക്ഷ, നിക്ഷേപം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിലുടനീളം സഹകരണം ശക്തമാക്കുന്നത് തുടരുന്ന സമയത്താണ് ഈ നിയമനം. ഒമാനിലെ ഇന്ത്യൻ അംബാസിഡറായി സേവനം അനുഷ്ഠിച്ച GV ശ്രീനിവാസ് സ്ഥാനമൊഴിയാനൊരുങ്ങുന്നു. പ്രശാന്ത് PC പുതിയ അംബാസിഡറായി നിയമിതനായ പശ്ചാത്തലത്തിലാണ് പദവി ഒഴിയുന്നത്. സാധാരണ 3 വർഷത്തെ കാലാവധിയാണെങ്കിലും 1 വർഷം പൂർത്തിയാകുമ്പോഴാണ് അദ്ദേഹം മസ്കത്തിൽ നിന്ന് പടിയിറങ്ങുന്നത്. 1993 ബാച്ചിലെ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥനായ GV ശ്രീനിവാസ് ഇന്ത്യ ഒമാൻ നയതന്ത്ര, വ്യാപാര, പ്രവാസി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. മെക്സിക്കോ, വെനിസ്വേല, ജപ്പാൻ, ബ്രസീൽ, സെനഗൽ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച അദ്ദേഹം വിദേശകാര്യ മന്ത്രാലയത്തിലും വിവിധ നിർണായക ചുമതലകൾ വഹിച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ, ഗ്രീൻ ഹൈഡ്രജൻ, ഫിൻടെക്, ഡിജിറ്റൽ ബാങ്കിംഗ്, IT മേഖലകളിലെ സഹകരണം എന്നിവ ശക്തിപ്പെടുത്താൻ അദ്ദേഹം മുൻകൈയെടുത്തു. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലുള്ള ഇന്ത്യൻ ഹൈ കമ്മീഷണൽ കൗൺസിലർ, ബ്രിട്ടീഷിലെ സാവോ പോളോയിൽ ഇന്ത്യൻ കോൺസുൽ ജനറൽ, ആഫ്രിക്കൻ രാജ്യമായ സെനഗലിൽ ഇന്ത്യയുടെ അംബാസിഡർ, ഡൽഹിയിലെ വിദേശകാര്യ മന്ത്രാലയത്തിൽ യുറേഷ്യ, സൈബർ ഡിപ്ലോമസി, ലാറ്റിൻ അമേരിക്ക വിഭാഗങ്ങളിൽ ജോയിന്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി പദവികൾ തുടങ്ങിയവ വഹിച്ചു. അമിത് നരംഗിന് പിൻഗാമിയായി 2025 ജനുവരിയിൽ ഒമാനിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായ അദ്ദേഹം ഏപ്രിൽ ആദ്യത്തിലാണ് ചുമതലയേൽക്കുന്നത്. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 70ാം വാർഷിക വേളയിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ഊർജിതമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ വേഗത്തിലാക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചതിലും അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. ഗ്രീൻ ഹൈഡ്രജൻ, ഫിൻടെക്, ഡിജിറ്റൽ ബാങ്കിംഗ്, IT തുടങ്ങിയ മേഖലകളിലേക്ക് ഇന്ത്യ ഒമാൻ ബിസിനസ് ബന്ധം വ്യാപിപ്പിക്കാൻ GV ശ്രീനിവാസ് മുൻകൈയെടുത്തു. കഴിഞ്ഞ ഡിസംബറിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒമാൻ സന്ദർശനം വിജയകരമായി ഏകോപിച്ചത് GV ശ്രീനിവാസിന്റെ നേതൃത്വത്തിലായിരുന്നു. ഒമാനിലെ ഇന്ത്യൻ പ്രവാസികളുമായും മലയാളി കൂട്ടായ്മകളായും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന GV ശ്രീനിവാസ് ഗാനഗന്ധർവൻ യേശുദാസിന്റെ ഗാനങ്ങൾ ആലപിച്ചും മലയാളികളുടെ ഹൃദയം കീഴടക്കിയിരുന്നു. മലപ്പുറം ജില്ലാ വിഭജനവുമായി ബന്ധപ്പെട്ട് തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനകുളങ്ങരയുടെ അഭിപ്രായ പ്രകടനത്തെ അഭിനന്ദിച്ച് ചരിത്രകാരനും കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ KKN കുറുപ്പ് മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെന്റിന്റെ പ്രചരണാർത്ഥം മസ്കത്തിലെത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. തിരൂർ കേന്ദ്രമാക്കി പുതിയ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യമാണ് വർഷങ്ങളായി ഉയരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും വികസനത്തിനായി പുതിയ ജില്ല അനിവാര്യമാണെന്നും രാഷ്ട്രീയ നേതൃത്വമാണ് വിഷയത്തിൽ അനാസ്ഥ കാണിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. UDFന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും KKN കുറുപ്പ് വ്യക്തമാക്കി. മലബാറിലെ വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥയെക്കുറിച്ചും KKN കുറുപ്പ് ഗൗരവമായ ആശങ്ക പ്രകടിപ്പിച്ചു. കാസർഗോഡ്, വയനാട് ജില്ലകളിൽ സർക്കാർ തലത്തിൽ ഉയർന്ന വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വളരെ കുറവാണെന്നും നിരവധി വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം സ്വപ്നമായി തുടരുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സാധാരണക്കാരുടെ മക്കൾക്ക് പഠിക്കാൻ ആവശ്യമായ PG കോഴ്സുകളും ഗവേഷണ സംവിധാനങ്ങളും മലബാറിൽ അപര്യാപ്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആദിവാസി വിദ്യാർത്ഥികൾക്ക് പ്രത്യേക വിദ്യാഭ്യാസ അന്തരീക്ഷം ഒരുക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം വിശദീകരിച്ചു.
വയനാട്ടിൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുകയും കാസർഗോഡും ഇടുക്കിയും ഉൾപ്പെടുന്ന പ്രത്യേക കേന്ദ്രങ്ങൾ രൂപീകരിക്കുകയും വേണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ആദിവാസി വിദ്യാർത്ഥികൾക്ക് നിലവിലെ സർവകലാശാല സംവിധാനങ്ങളിൽ സാംസ്കാരികവും സാമൂഹികവുമായ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നതായും അദ്ദേഹം പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ തുളുനാടൻ ഗ്രാമങ്ങളുടെ പിന്നാക്കാവസ്ഥയും അദ്ദേഹം ചർച്ച ചെയ്തു. ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ മേഖലകളിൽ അവിടുത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക വികസന പദ്ധതികൾ അനിവാര്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മലബാറിന് പ്രത്യേക പരിഗണന നൽകുകയും ഭരണ വികേന്ദ്രീകരണം കാര്യക്ഷമമാക്കുകയും വേണമെന്ന് KKN കുറിപ്പ് ആവശ്യപ്പെട്ടു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.